ഹലോ, അങ്ങനെ കാത്തിരുന്ന ദിവസം വന്നിട്ടോ. ഇന്ന് നമ്മുടെ വികക്കുട്ടന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അങ്ങനെ കാലത്ത് തന്നെ ആള് കുളിച്ച് റെഡിയായി സുന്ദരി കുട്ടിയായിട്ട് അവൾ അച്ഛൻ കൊടുത്ത ഉടുപ്പും അതുപോലെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഗിഫ്റ്റ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആളതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയില് ഭയങ്കര സ്പീഡിൽ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് അങ്ങോട്ട് പെട്ടെന്ന് പൊട്ടിക്കാനും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പിന്നെ ദേ പൊട്ടിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. നമ്മൾ വാങ്ങിച്ച ഹെയറിൽ വെക്കുന്ന ക്ലിപ്പ്, അതുപോലെ കമ്മല്, പിന്നെ പൗച്ച്, അങ്ങനെ എല്ലാം ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതിയെ ഇവിടെ വീടിന്റെ അടുത്തന്നെയുള്ള ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ പോയത്. ബർത്ത്ഡേക്കല്ലേ, അപ്പൊ അമ്പലത്തിലേക്ക് ഒന്ന് പോയി തൊഴുതാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇതേ അകത്തേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കാലത്ത് തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചുറ്റമ്പലമൊക്കെ ഒന്ന് കറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് പൂജാരി ഇതേ പുറത്ത് വന്ന് ഞങ്ങൾക്ക് പ്രസാദം കാര്യങ്ങളൊക്കെ തന്നു കേട്ടോ. വികയുടെ കയ്യിൽ നിന്ന് പൂജാരി പ്രസാദം കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ആള് നല്ല സന്തോഷത്തിലാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പതിയെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് വന്നു. പിന്നെ അവിടെ നിന്ന് വിക കുറച്ച് നേരം ഫോട്ടോവും കാര്യങ്ങളൊക്കെ എടുത്തു വികയുടെ. പിന്നെ ആളവിടെ കുറച്ച് നേരം കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വികയുടെ സ്കൂളിൽ കൊടുക്കാൻ ഞങ്ങൾ കുറച്ച് ലഡുവും കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഇതേ വികയ്ക്ക് സ്കൂളിൽ പോകാൻ ടൈമായിട്ടുണ്ട്. അപ്പോൾ ആ ലഡുവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ നാളെ സ്കൂളിൽ പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ വേന വന്നു, ലഡുവും കാര്യങ്ങളൊക്കെ ആയി ആള് സ്കൂളിലേക്ക് പോയിട്ടോ. അത് കഴിഞ്ഞ് വിക ഉച്ചയ്ക്ക് ക്ലാസ് വിട്ട് വന്നപ്പോൾ ആൾക്ക് സദ്യയും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അതിഥിയും വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അവളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് വൈകുന്നേരം അവളെ മേമയും അതുപോലെ മാമയൊക്കെ കൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ വീഡിയോ അവസാനിക്കണേ. ഓക്കെ, ബൈ.